ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടെമ്പർ ടാൻട്രംസിനെ കുറിച്ചാണ്. കുട്ടികളിലെ ടെമ്പർ ടാൻട്രംസിനെ, അതായത് അമിതമായി കാണിക്കുന്ന ദേഷ്യം, വാശി എന്നതിനെ എങ്ങനെ സമാധാനിപ്പിക്കാമെന്ന് നോക്കാം. ഈ ടെമ്പർ ടാൻട്രംസ് അല്ലെങ്കിൽ ദേഷ്യം, വാശി എന്നതൊക്കെ ഒരു നോർമൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. എന്നാൽ ഇത് അമിതമായി കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടി പ്രതികരിക്കുന്ന രീതിയിലൂടെ അവരുടെ നോർമൽ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും. നോർമലി എല്ലാ കുട്ടികൾക്കും ദേഷ്യം, വാശി എന്നിവ ഉള്ളതാണ്. പക്ഷെ ടെമ്പർ ടാൻട്രംസ് എന്ന് പറയുമ്പോൾ ഇത് അമിതമായി കാണിക്കുന്നു. അതായത് സാധനം ഒന്നും മേടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എവിടെ പരിസരം നോക്കാതെ കുട്ടി തറയിൽ കടന്ന് ഉരുളുന്നു, സാധനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ദേഷ്യം കാണിക്കുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നിങ്ങനെയുള്ള ADHDക്ക് സമാനമായ കുറച്ച് സിംറ്റംസ് കാണിക്കുന്നു. അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നത് വരെ ഈ വാശി അല്ലെങ്കിൽ ദേഷ്യം അതുപോലുള്ള ടാൻട്രംസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കൂടുതലും പേരൻസിലാണ് എംബാരസ്മെന്റ് ഉണ്ടാക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത പേരൻസ് പെട്ടെന്ന് ആ സിറ്റുവേഷനിലുള്ള എംബാരസ്മെന്റ് കാരണത്താൽ കുട്ടി പറയുന്ന കാര്യം ചെയ്തു കൊടുക്കുന്നു. ഭാവിയിൽ കുട്ടിക്ക് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള ടാൻട്രംസ്, ദേഷ്യം, വാശിയും ഇതുപോലുള്ള തറയിൽ കിടന്ന് ഉരുളുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടി ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നുള്ള ഫാൾസ് ബിലീഫാണ് നമ്മൾ കുട്ടികളിൽ കൊടുക്കുന്നത്. ടാൻട്രംസ് പലപ്പോഴും കുട്ടികൾ കാണിക്കുന്നത് അവരുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷനാണ്. ഒരു വേ ഓഫ് എക്സ്പ്രഷൻ, അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർ വാക്കുകളിലൂടെ പറഞ്ഞ് സമർത്ഥിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ, അതായത് ഇപ്പോൾ വിശപ്പുണ്ടോ, ചില കുട്ടികൾക്ക് പബ്ലിക് സ്പേസിൽ നിന്നിട്ട് ടോയ്ലറ്റിൽ അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ ഉള്ള മടി കാരണത്താലോ, അല്ലെങ്കിൽ രാവിലെ തൊട്ടുള്ള ടയർഡ്നെസ് കാരണമോ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ തന്നെ കുറേ നേരം നിന്നിട്ട് ബോർഡം കാണുമ്പോൾ ഒക്കെ ആകാം. ഇത് അവർ പർപ്പസ്ഫുള്ളി പേരൻസിനെ എംബാരസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ കുട്ടികൾ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അവരുടെ വേ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഈ ടാൻട്രംസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ടാൻട്രംസ് കാണിക്കുമ്പോൾ ഇത് പബ്ലിക് സ്പേസിലാണ് ഇവർ ടാൻട്രംസ് കാണിക്കുന്നത്. അറിയാവുന്ന ആൾക്കാരുണ്ടാവും. സൊസൈറ്റി എന്ന് പറയുന്ന ഒരു മെയിൻ കോണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് പേരൻസിന് കൂടുതലും എംബാരസ്മെന്റ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി പേരൻസ് അങ്ങനെ എംബാരസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾ ടാൻട്രംസ് കാണിക്കുമ്പോൾ ജസ്റ്റ് വെയിറ്റ്. അവരുടെ ഫ്രസ്ട്രേഷൻ എല്ലാം അവർ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഒരു പ്രശ്നത്തിന് ശേഷം അവർ ശാന്തരാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ആ സമയത്ത് കുട്ടീനോട് കൂടുതൽ ദേഷ്യപ്പെടുകയോ നിങ്ങളും കൂടുതൽ വാശി പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുട്ടീനെ കുറച്ചുകൂടി ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നു, കുറച്ചുകൂടി ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കുന്നു. കുട്ടി കൂടുതലായിട്ടും ഇതുപോലുള്ള ബഹളങ്ങൾ വെക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വാശിയുടെ ഒരു ഫേസ് കഴിയുമ്പോൾ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുക എന്തായിരുന്നു ശരിക്കുമുള്ള പ്രശ്നം എന്ന്. അപ്പോൾ കുട്ടി പിന്നെ വാശി പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നോർമലി. പക്ഷേ ADHD ഉള്ള കുട്ടികളോ വേറെ ഏതെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമയോ ഒക്കെ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള കാംനെസ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അറ്റംപ്റ്റ്സ് വഴിയോ അവരെ ശാന്തരാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. ടാൻട്രംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നതിന് മുന്നേ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ കടയിലോട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്, ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ബഡ്ജറ്റ്, ഇതിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞിനെ കൂടി ആ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലും ഡിസ്കസ് ചെയ്യുന്ന സമയത്തും എല്ലാം കുഞ്ഞിനെ കൂടുതലായിട്ടും നമ്മുടെ ഫാമിലി മാറ്റേഴ്സിലെല്ലാം ഇൻവോൾവ് ചെയ്യിക്കുക. അവരും ഒരു പാർട്ട് ഓഫ് ദി ഫാമിലിയാണ്. അവർക്കും കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്, അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിലും കുട്ടികൾ ഇതുപോലെ ടാൻട്രംസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വീട്ടിൽ കൂടുതൽ അറ്റൻഷൻ, അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുട്ടികൾ പുറത്തു പോകുമ്പോൾ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ അവരെ പേരൻസ് ശ്രദ്ധിക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ടും ചിലപ്പോൾ ഇതുപോലെ ടാൻട്രംസ് എല്ലാം കാണിക്കാം. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ അത്യാവശ്യമാണ്. കുട്ടിക്ക് ചെറുതിലെ തന്നെ കുട്ടിയുടെ ഡ്രസ്സസ് ചൂസ് ചെയ്യാനും ഷൂസ് ചൂസ് ചെയ്യാനും അതുപോലെ ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം ചൂസ് ചെയ്യാനുമുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. പേരൻസിനും അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതുപോലുള്ള ടാൻട്രംസും ഇതുപോലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസും അതൊരു ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ടാൻട്രംസ് കാണിക്കുമ്പോൾ വളരെ സമാധാനമായി അത് പറഞ്ഞ് മനസ്സിലാക്കി അവർ ഏത് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.